സ്റ്റേജ് ഫിയർ, സഭാകമ്പം പലരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സഭാകമ്പം മാറ്റുവാനുള്ള ചില ടെക്നിക്ക് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട ഒരു വിദ്യാർത്ഥി അതിലൊരു കമന്റ് ഇട്ടിരുന്നു. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മളെക്കാൾ അറിവ് കുറഞ്ഞവരാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടി ഉണ്ടാവില്ല. അങ്ങനെ ധാരാളം പരിശീലനങ്ങൾ നടക്കുന്നതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പക്ഷെ അതിനോട് യോജിക്കുന്നില്ല. കാരണം മുമ്പിലിരിക്കുന്ന ആളുകളെ ബഹുമാനിച്ചുകൊണ്ടും അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിവുണ്ട് എന്ന് ധരിക്കുമ്പോഴാണ് നമ്മൾ അവിടെ നന്നായിട്ട് പ്രസംഗിക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടി പോവുകയുള്ളൂ. അതൊരു കാര്യം. അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടുക. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പേടിയും അപ്രത്യക്ഷമാകും. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ അറിവ് കുറവാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അത്ര പ്രിപ്പയർ ചെയ്യില്ല. നമ്മൾ വളരെ അനായാസമായിട്ട് സംസാരിക്കാൻ ആരംഭിക്കും. ഒരു ചോദ്യം സദസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പതറിപ്പോകും. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല, ജീവിത യാത്രയിൽ പോലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ നമ്മളെക്കാൾ ചെറുതാണ് എന്ന ചിന്ത പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് യോജിച്ചതല്ല. പ്രത്യേകിച്ചും ഒരു പ്രസംഗത്തെ സംബന്ധിച്ച് അത്തരം ചിന്തകൾ വളരെ വളരെ ദൂരെ പോലും വരാൻ പാടില്ല. കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?